നമസ്കാരം. ഞാൻ കലാശാല മുരളി. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലായാലും ശരി, പൊതുപ്രവർത്തനങ്ങളിലായാലും ശരി, വിദ്യാർത്ഥികളുടെ ഇടയിലായാലും ശരി, ഒക്കെയും അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അസ്വസ്ഥതകൾ സമൂഹത്തിൽ വർദ്ധിക്കുക? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. വിശ്വാസക്കുറവാണ് ഈ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിശ്വാസക്കുറവ്. എന്താണ് വിശ്വാസം? വിശ്വാസം പല രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഈശ്വര വിശ്വാസം, ശുഭാപ്തി വിശ്വാസം, കുടുംബ വിശ്വാസം, ഇങ്ങനെ പലവിധ വിശ്വാസങ്ങളുമുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരി, എല്ലാ വിശ്വാസങ്ങളെക്കാട്ടിലും ഒക്കെ ഉപരി ഉള്ളത് ആത്മവിശ്വാസമാണ് വേണ്ടത്. സ്വന്തമായിട്ട് വിശ്വാസം, നമ്മൾ തന്നെ വിശ്വസിക്കുക. പക്ഷെ ഇന്ന് നമ്മളെ തന്നെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമല്ല. നമ്മളെ പോലും സ്വയം സംശയിച്ച് വീക്ഷിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി മനുഷ്യർ മാറിയിരിക്കുകയാണ്. നമ്മളിലുള്ള കഴിവിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തി മേഖലകളിലൊന്നും മുന്നോട്ട് നീങ്ങാനുള്ള അവസ്ഥകളൊന്നും ഇല്ലാത്തൊരവസരത്തിൽ പോലും ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെയും ആരും റോസാതടങ്ങൾ കൊണ്ടുവന്നിട്ട് തരാറില്ല. ഉണ്ടോ? ഇല്ല. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ, ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ജീവിത വിജയം സുനിശ്ചിതമാണ്, സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കുക. പിന്നെ പരസ്പര വിശ്വാസം. ഇപ്പൊ പല കുടുംബങ്ങളിലും അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നത് പരസ്പര വിശ്വാസമില്ലായ്മയിൽ നിന്നാണ്. മക്കളെ വിശ്വാസമില്ലാത്ത അച്ഛനമ്മമാരെ വിശ്വാസമില്ലാത്ത മക്കള്, സഹോദരങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസമില്ലായ്മ, ഭാര്യയെ വിശ്വാസമില്ലാത്ത ഭർത്താവിനെ വിശ്വാസമില്ലാത്ത ഭാര്യ, ഇതൊക്കെയും വരുമ്പോൾ ആ കുടുംബത്തിൽ അസ്വസ്ഥതകളായി കഴിയും. ഒരിക്കലും ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ എല്ലാവരും കൂടി വിശ്വസിച്ച് ഒന്നിച്ച് ഐശ്വര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. വേണ്ടേ? അതുകൊണ്ട് പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു തീരുമാനം ആദ്യം എടുക്കണം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. അത് കുടുംബമായാലും ശരി, രാഷ്ട്രമായാലും ശരി, എല്ലാവരും പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഭയങ്കര നേട്ടങ്ങൾ ഉണ്ടാക്കാം. അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. ആദ്യമേ തന്നെ സ്വന്തമായി വിശ്വസിക്കുക. നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റും. ഇത് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള ആളുകളെയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി, സ്വയം വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ജീവിത വിജയം സുനിശ്ചിതം, ഉറപ്പ്, സംശയിക്കേണ്ട. ഓക്കെ, നന്ദി, നമസ്കാരം.